നിയമസഭ പിടിക്കാൻ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ച കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ള, തൊഴിലുറപ്പ് ഭേദഗതി വിഷയങ്ങൾ ഉയർത്തി സമര പരമ്പര. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലേക്ക്. ഫെബ്രുവരി 6 മുതൽ പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര. തിരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് വി.ഡി. സതീശൻ. വിസ്മയമായിരിക്കട്ടെ. ഇലക്ഷന് മുമ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞാൽ അറിയാലോ. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. മത്സരിക്കേണ്ടെന്ന് ബെന്നി ബെഹനാൻ MP. അങ്ങനെ നിബന്ധന ഇല്ലെന്ന് അടൂർ പ്രകാശ്. പാർട്ടിയെ വെട്ടിലാക്കിയ വിവാദങ്ങളിൽ വിശദീകരണവുമായി ശശി തരൂർ. താൻ ഒരിക്കലും കോൺഗ്രസ് ലൈനിൽ നിന്നും പുറത്തുപോയിട്ടില്ലെന്നും തരൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന് സുപ്രീം കോടതി. നടന്നത് വൻ ക്രമക്കേട്. ഹൈക്കോടതി പരാമർശങ്ങൾ റദ്ദാക്കണമെന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ ആവശ്യം തള്ളി സുപ്രീം കോടതി. SIT അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് പൂർണ്ണ തൃപ്തി. SITക്ക് 6 ആഴ്ച കൂടി സമയം. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. ഇരുവർക്കുമെതിരായ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി. പ്രതികൾ നടത്തിയത് രാജ്യത്തിനെതിരായ ഗൂഢാലോചനയെന്ന് നിർണായക നിരീക്ഷണം. മറ്റ് 5 പ്രതികൾക്ക് കർശന വ്യവസ്ഥകളോടെ ജാമ്യം. തിരുവനന്തപുരത്ത് മേയറാക്കാതെ BJP നേതൃത്വം പറഞ്ഞു പറ്റിച്ചെന്ന് തുറന്നടിച്ച് R. ശ്രീലേഖ. മത്സരിക്കാൻ ഇറങ്ങിയത് നേതൃത്വത്തിന്റെ വാഗ്ദാനം വിശ്വസിച്ച്. അവസാന നിമിഷം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തടഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ശ്രീലേഖയുടെ പ്രഖ്യാപനം. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി VV രാജേഷ്. BJPയിൽ വട്ടിയൂർക്കാവ് സീറ്റിനായി വൻ വടംവലി. അവകാശവാദം ഉന്നയിച്ച് K. സുരേന്ദ്രൻ. വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നും മുന്നറിയിപ്പ്. R. ശ്രീലേഖ വേണമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിലിരിപ്പ്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും പ്രശാന്ത് ശിവൻ പാലക്കാടും സന്ദീപ് വചസ്പതി ചെങ്ങന്നൂരും മത്സരിക്കാൻ സാധ്യത. ഇന്ത്യക്ക് വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണി. ഇറക്കുമതി തീരുവ ഇനിയും ഉയർത്തുമെന്ന് മുന്നറിയിപ്പ്. താൻ സന്തോഷവാനല്ലെന്ന് മോദിക്കറിയാം. സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ടെന്നും ട്രംപ്. ചൊടിപ്പിച്ചത് റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ ചൊല്ലി. വെനസ്വേലൻ കടന്നാക്രമണത്തിന് പിന്നാലെ അമേരിക്കയ്ക്ക് വഴങ്ങാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കു നേരെ ഭീഷണി മുഴക്കി ഡൊണാൾഡ് ട്രംപ്. കൊളംബിയയെ ആക്രമിക്കാനുള്ള നല്ല സമയമെന്ന് മുന്നറിയിപ്പ്. ഭരണം ശരിയായ രീതിയിലല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് വെനസ്വേലിയൻ ഇടക്കാല സർക്കാരിനോട് ട്രംപിന്റെ ആക്രോശം. മഡൂറോയെ മാൻഹട്ടൻ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഒഹിയോയിലെ വസതിക്കു നേരെ വെടിവയ്പ്. വീടിന്റെ ജനാലകൾ തകർന്നു. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പോലീസ് കസ്റ്റഡിയിൽ. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു MLA സ്ഥാനത്തും അയോഗ്യൻ. വിജ്ഞാപനം പുറപ്പെടുവിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേറ്റിൽ ഒഴിവ് വന്നു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച് നിയമസഭാ സ്പീക്കർ. ആന്റണി രാജുവിനെതിരെ ബാർ കൗൺസിലും അച്ചടക്ക നടപടി ആലോചനയിൽ. NSS നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിച്ചില്ലെന്ന് ഗുരുതര ആരോപണം. ഗേറ്റ് കീപ്പറെ കാണാനല്ല പെരുന്നയിൽ എത്തുന്നതെന്നും ആനന്ദബോസ്. ആർക്കും അനുമതി നിഷേധിച്ചിട്ടില്ല എന്ന് J. സുകുമാരൻ നായർ ന്യൂസ് മലയാളത്തോട്. പുഷ്പാർച്ചനയുടെ ഫോട്ടോ പുറത്തുവിട്ട് മറുപടി. ന്യൂസ് മലയാളം ബ്രേക്കിംഗ്. കൊച്ചി മേയർ പദവിയിലേക്ക് വെട്ടിയതോടെ തൃക്കാക്കര സീറ്റിന് അവകാശവാദവുമായി ദീപ്തി മേരി വർഗീസ്. ആവശ്യം നേതൃത്വത്തെ അറിയിച്ചു. നീക്കം തടയാൻ ഉറച്ചു ഉമാ തോമസും. സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാകില്ല. CPI ആലപ്പുഴ സമ്മേളന കാലത്ത് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയിരുന്നു എന്ന് സ്ഥിരീകരിച്ച് ബിനോയ് വിശ്വം. വെള്ളാപ്പള്ളി 3 ലക്ഷം രൂപ നൽകി. പണം വാങ്ങിയത് വഴിവിട്ട് സഹായം ചെയ്യില്ലെന്ന് പറഞ്ഞ് വാങ്ങിയതെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാൻ PK കുഞ്ഞാലിക്കുട്ടി. വേങ്ങരയിൽ PMA സലാം പരിഗണനയിൽ. ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. കോൺഗ്രസിനോട് കൂടുതൽ സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗിൽ ധാരണ. ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ഉന്നയിക്കും.
പുനർജനി കേസിൽ വി.ഡി. സതീശന് പുറമെ മണപ്പാട് ഫൗണ്ടേഷൻ സിഇഒക്കെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ. പദ്ധതി കാലയളവിൽ FCRA അക്കൗണ്ടിലേക്ക് പണം വന്നെന്ന് കണ്ടെത്തൽ. രേഖകളിൽ പൊരുത്തക്കേടുണ്ടെന്നും വിജിലൻസ്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരുതരുത് എന്ന് വി. ശിവൻകുട്ടി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. സംസ്ഥാനത്ത് കോഴിവിലയിൽ റെക്കോർഡ് വർധന. ബ്രോയിലർ ചിക്കന്റെ വില 290 രൂപയിലെത്തി. ലെഗോണിന് കിലോയ്ക്ക് 230 രൂപ. അവധിക്കാലത്തിന്റെ മറവിൽ ഫാം ഉടമകൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വില കൂട്ടുന്നുവെന്ന് വ്യാപാരികൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയ്ക്കെതിരെ പരാതി നൽകിയെന്ന് രാഹുൽ ഈശ്വർ. പോലീസിനെ സമീപിച്ചത് വ്യാജ പരാതി നൽകിയതിനെതിരെ എന്ന് വാദം. ജാമ്യം റദ്ദാക്കിയാൽ നിയമ പോരാട്ടം തുടരുമെന്നും രാഹുൽ ഈശ്വർ. കൊല്ലത്ത് വളർത്തുനായി ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിന് മർദ്ദനം. മയ്യനാട് സ്വദേശി കബീർ കുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി രാജീവ് അറസ്റ്റിൽ. രാജീവ് സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്. പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ സ്കൂളിനെ പ്രതിക്കൂട്ടിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പീഡന വിവരം മറച്ചുവെച്ച് അധ്യാപകനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് ഗുരുതര ആരോപണം. ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷമെന്നും കണ്ടെത്തൽ. IPL സംരക്ഷണം വിലക്കി. ബംഗ്ലാദേശ് അനിശ്ചിതകാല നിരോധനം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ്. നടപടി IPL-ൽ നിന്നും മുസ്തഫിസുറിനെ പുറത്താക്കിയതിന് പിന്നാലെ. പുറത്താക്കൽ വേദനാജനകമെന്ന് ബംഗ്ലാദേശ് സർക്കാർ. മറാത്തി ഹിന്ദുവിനെ മാത്രമേ മുംബൈയുടെ മേയറാക്കൂ എന്ന വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ബുർഖ ധരിച്ച സ്ത്രീകളെ മേയറാക്കാമെന്നാണ് ചിലരുടെ വാദം. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ മുംബൈയിൽ നിന്നും തിരികെ പിടിച്ച് പുറത്താക്കുമെന്നും ഫട്നാവിസ്. UTS ആപ്പിൽ മാറ്റവുമായി റെയിൽവേ. സീസൺ ടിക്കറ്റ് ഇനി റെയിൽ 1 ആപ്പിൽ മാത്രം. സാധാരണ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും UTS-ൽ തുടരും. നിലവിൽ UTS വഴി എടുത്ത സീസൺ ടിക്കറ്റുകൾ ഷോർട്ട് ടിക്കറ്റിൽ നിലനിർത്തും. അതിശൈത്യത്തിൽ തണുത്തു വിറച്ച് ജമ്മു കാശ്മീർ. ഭൂരിഭാഗം പ്രദേശങ്ങളിലും താപനില 0-ലും താഴെ. ഗുൽമർഗിലും പഹൽഗാമിലും കൊടുംതണുപ്പ്. വിമാന സർവീസുകൾ തടസ്സപ്പെടുത്തി ലേയിലെ മഞ്ഞുവീഴ്ച. ശൈത്യകാലം ആസ്വദിക്കാൻ കശ്മീരിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിവച്ച പരിഷ്കരണ നടപടികൾ അവസാനിപ്പിച്ച് പുതിയ നീക്കവുമായി കത്തോലിക്ക സഭ. പാരമ്പര്യവാദത്തിലൂന്നി മുന്നോട്ടു പോകാൻ ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ തീരുമാനം. വിശാല കൂടിയാലോചനയ്ക്കായി കർദിനാൾ കൺസിസ്റ്ററിക്ക് നാളെ തുടക്കം. മലയാളികളായ 3 കർദിനാൾമാർ പങ്കെടുക്കും. ഡയറിക്കുറിപ്പുകളിലൂടെ ലോകമറിഞ്ഞ ആൻ ഫ്രാങ്കിന്റെ സഹോദരി അന്തരിച്ചു. ഇവ ഷ്ലോസിന്റെ അന്ത്യം ലണ്ടനിൽ വച്ച്. വിടവാങ്ങിയത് ഹിറ്റ്ലറുടെ ജൂതവംശഹത്യയെ അതിജീവിച്ചവരിൽ ഒരാൾ. ഇറാനിലെ ഭരണകൂട വിരുദ്ധ ജനകീയ പ്രക്ഷോഭം അതിരൂക്ഷം. 19 പ്രക്ഷോഭകരും 1 സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. പ്രധാന നഗരങ്ങളും കടന്ന് പ്രവിശ്യകളിലേക്ക് പടർന്നു പ്രക്ഷോഭം. ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ വീണ്ടും ഡൊണാൾഡ് ട്രംപ്. പഴയതുപോലെ ആളുകളെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ കനത്ത അടി നൽകുമെന്ന് മുന്നറിയിപ്പ്. ചലച്ചിത്ര താരം പുന്നപ്ര അപ്പച്ചൻ അന്തരിച്ചു. അന്ത്യം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് പല തലമുറകൾക്കൊപ്പം 1000-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ട പ്രതിഭ. നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. മരണവിവരം പങ്കുവച്ച സഹോദരൻ മേജർ രവി. വിടവാങ്ങിയത് പുലിമുരുകൻ, വെട്ടം, കീർത്തിചക്ര അടക്കം 20-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ. ബോക്സ് ഓഫീസിൽ മിന്നിച്ച് $1 ബില്യൺ ക്ലബിൽ കയറി അവതാർ ഫയർ ആൻഡ് ആഷ്. നേട്ടം കൈവരിച്ചത് റിലീസ് ചെയ്ത് 18 ദിവസം കൊണ്ട്. ചിത്രത്തിന്റെ അടുത്ത ഭാഗം എത്തുക 2029-ൽ. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ നേട്ടം കൊയ്ത ഡി കാപ്രിയോയുടെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള പുരസ്കാരം ചിത്രത്തിന്. തിമോത്തി
ഷാലമേറ്റ് മികച്ച നടൻ, ജെസി ബക്ലി മികച്ച നടി. പരിശീലകൻ റൂബൻ അമോറിമിനെ പുറത്താക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ക്ലബ്ബ് ഉടമകൾക്കെതിരായ തുറന്നു പറച്ചിലിന് പിന്നാലെ തീരുമാനം. 14 മാസങ്ങൾക്കു ശേഷം പടിയിറക്കും. ടെക്നിക്കൽ ഡയറക്ടർ ഡാരൻ ഫ്ലെച്ചർക്ക് താൽക്കാലിക ചുമതല. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന റയൽ മാഡ്രിഡ് ബെറ്റിസിനെ മറികടന്നത് 1-5 ഗോളുകൾക്ക്. ഹാട്രിക്കുമായി തിളങ്ങി ഗോൺസാലോ. പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി സൂപ്പർ പോരാട്ടം സമനിലയിൽ. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷ നിലനിർത്താൻ ഇടപെടലുമായി നായകൻ ശുഭ്മാൻ ഗിൽ. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ടീമിന് 15 ദിവസത്തെ ക്യാമ്പ് നടത്തണമെന്ന് നിർദ്ദേശം. ക്യാമ്പിന്റെ ചുമതല VVS ലക്ഷ്മണിന് നൽകുമെന്നും റിപ്പോർട്ട്. പട്ടികയിൽ ഇന്ത്യ നിലവിൽ 6-ാം സ്ഥാനത്ത്.